കമാൻഡർ മാത്യു ഈസ് ഫ്രം മുംബൈ. ശ്രീ കമാൻഡർ മാത്യുവിന് ഇന്ന് ആഘോഷത്തിൻ്റെ രാവാണ്. ഇന്ന് ആ ആഘോഷം അവസാനിച്ച് കാണില്ല, സന്തോഷത്തിൻ്റെ നെറുകയിലാണ് അല്ലേ? കൺഗ്രാചുലേഷൻ. ഞാൻ ഒരു പാക്കറ്റ് മുട്ടായി അഡ്രസ് ഒന്ന് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ തമാശക്ക് പറഞ്ഞതാ. 2 MLA ഒരു MP യും പഴകുളം മധുവും സാന്തനും അടൂർ പ്രകാശ് MP. ഞങ്ങൾക്ക് 3 പേര്, അതും എന്റെ 3 പേരെ എന്റെ വീടിന് ചുറ്റുവാ. അത് ശരി. പിന്നെ ഇത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ എഴുതിയ നമ്മൾ തിരുത്താനാകുമ്പോൾ CPM എന്നുള്ള ചോദ്യമല്ല, നമ്മൾ തിരുത്തി കൊടുത്തു. കോൺഗ്രസ് ഞങ്ങള് UDF അവരെ തിരുത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒറ്റയാൻ പോരാട്ടം, LDF-ന്റെ ഒറ്റയാൻ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഒറ്റയാൻ പോരാട്ടം ഇനി ഇല്ല. നോ ക്യാപ്റ്റൻ. അപ്പൊ ഇത് ബംഗാൾ പോലെ അവസാനിക്കുമോ അതോ തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി കേരളത്തിൽ LDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തിരിച്ചു വരാൻ പോകുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം KM മാണിയുടെ 12 ഔട്ട്, 12 ഔട്ട്, ക്ലീൻ ബൗളിംഗ് ആയിരുന്നു. കണ്ടില്ലേ? ക്ലീൻ സ്വീപ്പ് ആണ്. ഒന്നും ഒരിടത്ത് പോലും ഞാൻ പാലയിൽ പോലും പരാജയപ്പെട്ടു പോയി അല്ലേ? അതിന് 12 വർഷം കേരള 12 ടേമില് ധനകാര്യമന്ത്രിയുടെ മോൻ പരാജയപ്പെടുന്ന വെച്ചാൽ ഇതേ കാര്യം. അതുപോലെ തന്നെ ഗണേശൻ ക്ലീൻ ഇപ്പൊ ആകെ ഒരു കേരള കോൺഗ്രസ് തങ്ങൾ മാത്രമാണെന്ന് ജോസഫ് പറയുകയാണ്. വേറെ ആരും ഇല്ല കേരള കോൺഗ്രസ് എന്ന് പറയാൻ. അത് പണ്ടും ജോസഫ് പറഞ്ഞായിരുന്നു, മാണിയുടെ എതിലെല്ലാം തീരാൻ പോവാന്ന്, എതിലെല്ലാം പൊഴിഞ്ഞു വീണു. കണ്ടില്ലേ? ഇനി CPIയുടെ കേക്ക്. ഇപ്പൊ CPI പറയാണ് അടൂരും പീരുമേട്ടിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി മോശമായിരുന്നു. ഞങ്ങൾ UDF-കാരാണോ കുഴപ്പക്കാര്? ആണോ? UDF-കാരാണോ കുഴപ്പക്കാര്? അടൂര് നിങ്ങള് ഏറ്റവും വലിയ ഡെപ്യൂട്ടി സ്പീക്കർ ജയിച്ച സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് 10,800 വോട്ടിന് ന്യൂ എൻട്രി. അത് ആലോചിച്ച് നോക്കിക്കേ. ഇതിനർത്ഥം എന്താണ്? പക്കാ CPM-കാര് അല്ലെങ്കിൽ LDF-കാര് കോൺഗ്രസിന് വോട്ട് ചെയ്തു, ഉറപ്പാ, ഒരു സംശയം വേണ്ട. ഇനി ഒരു തിരിച്ചുവരവ് LDF-ന് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു സംശയം. അല്ലെങ്കിൽ അതുപോലുള്ള ശക്തരായ നേതാക്കന്മാരുണ്ട്. ആരോഗ്യമന്ത്രി ദയനീയ പരാജയം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ക്ലീൻ ആയിട്ട് കൊല്ലം മേടിച്ചു, ക്ലീൻ ആയിട്ട് പത്തനംതിട്ട മേടിച്ചു, ആലപ്പുഴ മേടിച്ചു, എറണാകുളം മേടിച്ചു, തിരുവനന്തപുരം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ്. ഒരാൾ നമ്മുടെ വി മുരളീധരൻ BJP, അത് ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് പറ്റിപ്പോയതാ. ചാത്തന്നൂർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ എന്ത് പറ്റി? നമ്മുടെ ഈഴവ സമുദായം ഒന്നിച്ച് വോട്ട് ചെയ്തു. ക്രിസ്ത്യൻസും മുസ്ലിംസും പാർട്ടിക്ക് വോട്ട് ചെയ്തു.